മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ദനഹാക്കാലം 2-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് സഭ നമ്മുടെ പ്രഘോഷണത്തിനായി നമുക്ക് ഈ ഞായറാഴ്ച നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം സ്വാംശീകരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഈ കാര്യത്തിൽ നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ചെയ്ത പ്രഘോഷണമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവിധ തിന്മകളിലും മുഴുകി മത അന്ധത ബാധിച്ച ഒരു ജനതയായിരുന്നത് കൊണ്ട് യേശുവിൻ്റെ പ്രഘോഷണങ്ങൾ മനസ്സിലാക്കുവാൻ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്വേഷണം, പ്രത്യേകമായി അവനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അവൻ്റെ പഠനങ്ങൾ പലപ്പോഴും ദുർഗ്രാഹ്യമാണ്. ഇപ്പോഴും നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ പഴയ നിയമ വായനയിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ എപ്രകാരം കാണുന്നു: മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയെന്നവന് തോന്നിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അത് അവനെന്നും ഒരു പ്രഹേളികയായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വഴിയെ നടക്കുകയും ചെയ്യുക. ഒരു നാൾ നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവത്തെ നിങ്ങൾ തീർച്ചയായും കണ്ടുമുട്ടും. യേശു പറയുകയാണ്, ഞാൻ ഉന്നതത്തിൽ നിന്നും വന്നവനാണ്. യേശു ഉന്നതത്തിൽ നിന്നും വന്നവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ച വ്യക്തിയാണ്, ദേവപുത്രനാണ്, ദൈവമാണ് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ യേശു ഉന്നതമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. ആശയപരമായി ഏറ്റവും ഔന്നത്യമുള്ള ആത്മീയ ദർശനങ്ങളാണ് യേശു ലോകത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ആത്മീയ അന്ധത ബാധിച്ച യഹൂദരെ സംബന്ധിച്ചിടത്തോളം തർക്കിക്കാനും വാദിക്കാനും നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യാനും മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും കൊണ്ട് നടക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുക വളരെയേറെ ക്ലേശകരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും ദൈവവചനത്തിലൂടെ സ്നേഹത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും എല്ലാം നമ്മൾ കേൾക്കുന്നെങ്കിൽ പോലും നമ്മളും ആത്മീയ അന്ധത ബാധിച്ചവരായതുകൊണ്ട് ഈ വക കാര്യങ്ങളെക്കാൾ ഉപരി തിന്മ നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുകയും അത് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. യേശു പറയുകയാണ്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നും ആയിരിക്കുന്നവനാണ്, ഞാൻ നിത്യനാണ്, ഞാൻ ദൈവമാണ് എന്നൊക്കെയാണ് അതിനർത്ഥം. യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് എന്ന് നമുക്ക് അറിയാം. ആ യേശുവിൽ വിശ്വസിക്കാനുള്ള, യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാനുള്ള, ദൈവമായ യേശുവിനെ മനസ്സിലാക്കുവാനുള്ള നല്ല അവസരമാണ് ഈ സുവിശേഷ ഭാഗം. യേശു പറയുകയാണ്,
ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്യുന്നത്. ദൈവം തന്നെ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ചിലർക്കത് വിശ്വാസം വന്നു. പിതാവായ ദൈവത്തെക്കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിക്കുന്നതെന്ന് അവരിൽ കുറേ പേർക്ക് മനസ്സിലായതായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. യേശുവിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? നീ എന്ത് തെളിവാണ് നിനക്ക് തരുന്നത് എന്ന്. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയും, ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, എൻ്റെ പിതാവിനെ ഏൽപ്പിച്ച കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗാഗുൽത്താമലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയെപ്പോലെ ക്രൂശിക്കപ്പെട്ട യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു മാത്രമല്ല ഉയർത്തെഴുന്നേറ്റത്, ലോകം മുഴുവനും യേശുവിനോടൊത്ത് ഉയർത്തെഴുന്നേൽക്കാനുണ്ടായത്. യേശുവിനെ ലോകത്തിൻ്റെ നാഥനും രക്ഷകനുമായി ലോകം അംഗീകരിക്കാനുണ്ടായത്. യേശു ദൈവമാണെന്നും പാപമോചനത്തിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതെന്നും ജനങ്ങൾ അന്നും ഇന്നും വിശ്വസിക്കുന്നു. ഏറ്റവും പാപിയായി മുദ്രകുത്തി കുരിശിൽ തറയ്ക്കപ്പെട്ട ആ യേശുവിൻ്റെ അനുയായികൾ ഇന്നെത്രയോ കോടിയാണ്. സമൂഹത്തിൽ എത്രയോ മാറ്റങ്ങളാണ് അത് വരുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നെങ്ങനെയാണ് യേശുവിനെ വിശ്വസിക്കാൻ സാധിക്കുക? നമുക്കറിയാം, നമ്മൾ അപ്പനെ അനുസരിക്കുന്നു എന്ന് പറയുന്നതും അപ്പൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ അനുസരിക്കുന്നു എന്ന് പറയുന്നതും ബൈബിളിലെ യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിൽ മാറ്റമില്ല. അപ്പോൾ യേശു വചനത്തിലൂടെ നമുക്ക് സംലഭ്യനാണ്. ഇന്ന് മുമ്പന്നത്തേക്കാൾ ഉപരി യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളോട് ജനഹൃദയങ്ങളിൽ വലിയ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു നാളും മാറ്റമുണ്ടാവുകയില്ല. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം സജീവവും പ്രവർത്തനനിരതവുമാണ്. അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള, അത് സന്ധിയിലും മജ്ഞയിലും മാംസത്തിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും വിവേചിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവജനത്തിൻ്റെ മാധുര്യം ഓരോ ദിനം ചെല്ലും തോറും നന്നായി ആസ്വദിക്കുന്നു എന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കൂടുതലായി ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, കൂദാശകളിൽ യേശുവിനെ അനുഭവിച്ചറിയുക, എല്ലാ ഞായറാഴ്ചയുമുള്ള വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കുക. ഡേ ബൈ ഡേ, ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾക്ക് വിശ്വാസ അനുഭവം ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനിവിടെ ഇരിക്കുന്ന അനേക വ്യക്തികൾ സാക്ഷികളാണ്. ഞാൻ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വിശ്വാസ ദേവാലയത്തിൽ കയറി വന്ന് എൻ്റെ ജോലി ശരിയാവുകയാണെങ്കിൽ ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പിൻ്റെയും മധ്യസ്ഥ യാചിച്ച് നന്ദി പറയും എന്ന് പ്രതിജ്ഞയെടുത്ത് അത് സാധിച്ചു കിട്ടിയ ഒരു സഹോദരൻ ഇവിടെ വരികയുണ്ടായി. അപ്പോൾ ഇതെല്ലാം അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും യേശുവിൻ്റെ വചനത്തിലും അവിടുത്തെ കൂദാശകളിലും സഭയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിലും വിശ്വസിക്കുക. സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും യേശുവിൻ്റെ വചനം സജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും മാതൃകാപരമായ വിശ്വാസ ജീവിതം നയിക്കുവാനും ശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.